ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശരീരത്തിനും മനസ്സിനും കുളിരേകുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. കരിമ്പിൻ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഡ്രിങ്കാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കിയെടുക്കാം. ഷുഗർ ചേർക്കാതെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. എന്നാലും ഈ ജ്യൂസിന് നല്ല മധുരമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് പുതിനയില, ഒരു കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയെടുത്തത്. നല്ല മധുരമുള്ള ശർക്കരയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാകും. മധുരം കുറവാണെങ്കിൽ 4 സ്പൂൺ എടുക്കാം. ഇതുപോലുള്ള ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇത്ര ചേരുവകൾ കൊണ്ടാണ് നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ സമയം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഒരു ജാറിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ പുതിനയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട എങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ പുതിനയില ഇട്ടാൽ മതിയാവും. കുറഞ്ഞു പോയതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. നല്ല ടേസ്റ്റാണ്. ഇനി ഇഞ്ചിയും ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീരും കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് ഐസ് വാട്ടറും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായ മധുരമാണ് ശർക്കര. ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ശർക്കര ദഹനത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഊർജത്തിനും ആർത്തവ വേദന കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചിയും പുതിനയും ദഹനത്തിന് വളരെ ഉത്തമമാണ്. അങ്ങനെ ഗുണങ്ങളേറെ അടങ്ങിയ ഫ്രഷ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും പുതിനയും നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഐസ് വാട്ടർ ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഫ്രഷ് ജ്യൂസ് റെഡിയായിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായി നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലായി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഈ ജ്യൂസിന് കരിമ്പ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ്. കരിമ്പില്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള ഈ ചേരുവകൾ കൊണ്ട് ഒരു നല്ല കരിമ്പിൻ ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ചൂട് സമയത്ത് ശരീരത്തിനും മനസ്സിനും കുളിരേകുന്ന ഈ സ്പെഷ്യൽ കരിമ്പിൻ ജ്യൂസ് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.